നാഷണൽ സെയിൽസ് ടീം മാനേജറായിട്ടുള്ള സുനിൽ മുഹമ്മദ് സാറിനെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ഒരു വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സുനിൽ സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സുമേഷ് സർ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓഡിബിൾ ആണ് സാർ, ഓഡിബിൾ ആണ്. താങ്ക് യു ആൻഡ് വെരി ഗുഡ് ഈവനിങ് ഓൾ. ഏറെ സന്തോഷം. പ്രോഗ്രാം തുടങ്ങുന്നത് 7:15 പക്ഷെ 7:10 മുതൽ ഈ സമയം വരെ 1000 ആളുകൾ ഫുള്ളായ ഒരു പ്രോഗ്രാമാണ് വസ്തുത നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഫിജി കാർഡ് എന്ന പ്രസ്ഥാനത്തെ എത്രത്തോളം നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഹൗസ്ഫുൾ ആയ ഈ ഒരു മീറ്റിംഗ് റൂം. എനിവേ, എന്നെ സാർ പരിചയപ്പെടുത്തി. പേര് സുനിൽ മുഹമ്മദ്. ഞാൻ ബേസിക്കലി കൊല്ലം സ്വദേശിയാണ്. ഇപ്പോൾ കോട്ടയം താമസിക്കുന്നു. ഒരു 5.5 വർഷം മുമ്പാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. ഞാൻ എന്നെ സ്പീച്ചിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കേൾക്കാൻ വന്ന ആളുകൾ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാമിന്റെ ഗസ്റ്റ് കേട്ടോ. ഞങ്ങൾ ആരുമല്ല ഈ ഗസ്റ്റ്. കാരണം ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച സുഹൃത്തും നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ പ്രോഗ്രാം MC ചെയ്ത സുമേഷ് സാർ, അല്ലെങ്കിൽ പ്രോഗ്രാം പ്രസന്റ് ചെയ്ത രജിത മാഡം, ഇവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ഈ കമ്പനിയുടെ സ്റ്റാഫ് അല്ല. ഞങ്ങൾ ആരും ഈ കമ്പനിയുടെ ഓണറായ ബോബി ചെമ്മണൂരുടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുമല്ല. ഇന്ന് നിങ്ങളോട് ഈ അവസരം പരിചയപ്പെടുത്താനായിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്തോ ബന്ധുവോ ക്ഷണിച്ചതുപോലെ എന്നെ സംബന്ധിച്ച് എന്നെ ഒരു 5.5 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഇന്ന് താമസിക്കുന്നത് കൊല്ലം ARKMന്റെ പോലീസ് ക്വാർട്ടേഴ്സിലാണ്, സൂചിപ്പിച്ചു. ഞാൻ പോലീസുകാരനായിരുന്നു, സുമേഷ് സാർ സൂചിപ്പിച്ചു. ഇതുപോലൊരു സന്ധ്യാസമയത്ത് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്, അത് പറയാനായിട്ട് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഇപ്പൊ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്ത ആരാ? എല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? തെരുവിൽ കിടന്നുറങ്ങുന്ന ഭിക്ഷക്കാരനും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാ ആളുകളും രക്ഷപ്പെടാത്തതിന്റെ ഒരു കാരണമുണ്ട് അല്ലെ? ആഗ്രഹം മാത്രം പോരല്ലോ. രക്ഷപ്പെടണമെങ്കിൽ ഒന്ന്, രക്ഷപ്പെടുന്നതിനെ കുറിച്ച് തീവ്രമായ ഒരു ചിന്ത വേണം. 2, അങ്ങനെ രക്ഷപ്പെടാൻ അനുയോജ്യമായ ഒരു മാർഗത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണം വേണം. 3, അങ്ങനെ ഒരു അന്വേഷണം നടത്തിയാൽ, അങ്ങനെ അവസരം കയ്യിൽ കിട്ടിയാൽ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള ആത്മസമർപ്പണം നടത്താനുള്ള ഒരു തന്റെ ഇടം, ചങ്കൂറ്റം അതും വേണം. എന്നാൽ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് നിരന്തരമായി തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതിന് കാരണമുണ്ട്. കാരണം നമ്മൾ സാധാരണ പറയുമല്ലോ, പട്ടിണി കിടന്നവനെ പട്ടിണിയുടെ വിലയറിയൂ എന്ന് പറയാറുള്ളത് പോലെ ജീവിതത്തില് സാമ്പത്തികാവസ്ഥ, ഒരു ശരിയായ ഒരു സാമ്പത്തികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ ഒരുപാട് സമ്പത്തുണ്ടാകണം, സമ്പന്നനാകണം എന്നൊരു തീവ്രമായ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ജോലികൾ ചെയ്ത ഒരാളാണ്, ആ ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് LIC ഏജന്റ് ആയിരുന്നു, ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു, ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട്, പഠനം കഴിഞ്ഞിട്ട് ഹോട്ടൽ സർവീസിൽ കുറെ കാലം വർക്ക് ചെയ്തു. ഗ്രാജുവേഷൻ കഴിഞ്ഞുകൊണ്ട് എനിക്ക് പോലീസിൽ ജോലി കിട്ടി. നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് അറിയാമല്ലോ, ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയാൽ 56 വയസ്സ് വരെ സേഫ് ആണ്, മറ്റാരെയും പേടിക്കണ്ട, ശമ്പളം കിട്ടും അല്ലെ? ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് അതിന്റെ ബെനിഫിറ്റും കിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ജോലി കിട്ടിയ പോലും അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. കാരണം എന്റെ സ്വപ്നങ്ങൾ അതിലും വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ സർവീസിൽ ജോലി കിട്ടിയതിനു ശേഷം ഞാൻ ഒരുപാട് അവസരങ്ങൾ സർവീസിനോടൊപ്പം ഞാൻ ചെയ്തു. സർവീസിൽ നിന്ന് ലീവ് എടുത്ത് 5 വർഷം ഗൾഫിൽ പോയി. വേറൊന്നുമല്ല, എനിക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നത് സാക്ഷാത്കരിക്കാനുള്ള അവസരം തേടിയുള്ള യാത്രയാണ്. അപ്പൊ ഇത് എന്നെ കുറിച്ച് അറിയാവുന്ന ഒരു സുഹൃത്താണ്. നിനക്ക് നീ ഒരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളല്ലേ, ഒരുപക്ഷെ ഈ അവസരം നിനക്ക് യോജിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം സന്ധ്യാസമയത്ത് എന്നെ കാണാനായിട്ട് കൊല്ലം ARKMന്റെ പോലീസ് ക്വാർട്ടേഴ്സിൽ വരുന്നത്. ഇന്നിവിടെ നിങ്ങൾ മനോഹരമായിട്ടുള്ള പ്രസന്റേഷനാണ് കേട്ടത്. രജിത മാഡം വളരെ പ്രൊഫഷണൽ ആയിട്ട് ഈ ഒരു മീഡിയയിലൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. പക്ഷെ അന്ന് എന്നെ കാണാമെന്ന സുഹൃത്തിന്റെ അത്രയും സംവിധാനങ്ങളൊന്നും ഇല്ല. ഒരു പേപ്പറിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി കാണിച്ചു, കുറെ പ്ലാൻ എല്ലാം പറഞ്ഞു. എല്ലാ ദിവസവും 30,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. മാസം 9 ലക്ഷം രൂപ. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ട് മാസം 9 ലക്ഷം രൂപ കിട്ടുമെന്ന്? ഒരുപക്ഷെ മാസം ഒരു 10-25,000 രൂപ പറഞ്ഞെങ്കിൽ നമ്മളെ പോലെ ഒരു സാധാരണക്കാരൻ വിശ്വസിക്കാൻ അല്ലേ? പക്ഷെ ഒരു മാസം 9 ലക്ഷം എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം. അതെല്ലാം പോട്ടെ, അത് കഴിഞ്ഞിട്ടൊരു ഫിഗർ പറഞ്ഞിട്ടുണ്ട്. 50,000, 5 ലക്ഷം, 50 ലക്ഷം, 1 കോടി അല്ലെ? ഏറ്റവും അസഹ്യമായത് ആ 1 കോടി എന്നുള്ളൊരു കണക്കാണ്. അതാണ് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നത്. പലപ്പോഴും ഈ ബിസിനസ്സിലേക്ക് ആളുകൾ പ്ലാൻ പറയുമ്പോൾ വരാൻ മടിക്കുന്നതിന്റെ, അവിശ്വസിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 50 ലക്ഷം, 1 കോടി എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എന്ത് ചിന്തിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പ്ലാൻ കേട്ട സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടൊരു വാചകം ഉണ്ടായിരുന്നു, I will achieve rupees 1 crore. ഈ കമ്പനിയുടെ 1 കോടി ഞാൻ വാങ്ങിയിരിക്കും എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. എനിക്ക് 100% വിശ്വാസമായിരുന്നു. കാരണം അങ്ങനെ വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഒന്ന്, ഫിജി കാർഡ് എന്ന ഓർഗനൈസേഷൻ അത് മറ്റാരുടേതുമല്ല. ഇന്ന് കേരളം കണ്ട ഏറ്റവും ഒരു ശ്രേഷ്ഠ വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മുടെ സ്വന്തം ബോച്ചെ അല്ലെ, ഒരു 4000 കോടി ആനുവൽ ടേൺ ഓവർ ഒരു കമ്പനിയുടെ ചെയർമാനാണ് ബോച്ചെ. ഒരു 160 കൊല്ലമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ചെമ്മണ്ണൂർ. അതിൽ എല്ലാത്തിലും ഒരു ബിസിനസ്സിനപ്പുറം മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിക്കണം, പണത്തിനപ്പുറം മാനുഷിക മൂല്യങ്ങൾക്ക് വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ബിസിനസ്സുകളും ജോലിയും ഒക്കെ മാറി മാറി ചെയ്ത ആളാണ്. അപ്പൊ ഒരു സാധാരണക്കാരൻ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് ഞാൻ മുൻപ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഫിജിക്കാർഡ് എന്ന കമ്പനിയിലും അതിന്റെ മാനേജ്മെന്റിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിലുപരി എനിക്ക് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ പറയല്ലോ, ആകാശത്തുകൂടെ പറന്നു പോകുന്ന ഒരു പക്ഷി ഒരു ചില്ലമേൽ വന്നിരിക്കുന്നത് ചില്ലയിലുള്ള വിശ്വാസം കൊണ്ടല്ല, അവന്റെ ചിറകിന്മേലുള്ള വിശ്വാസം കൊണ്ടാണെന്ന് പറയുന്നത് പോലെ എനിക്ക് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത ഒരാളാണ്. അതില് 99% ബിസിനസ്സും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാൻ സമ്മതിച്ചാലല്ലേ അത് പരാജയമാവുള്ളൂ. ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇതെല്ലാം ഓരോ അനുഭവങ്ങളാണ് എന്ന രീതിയിൽ ഞാൻ ഓരോ അവസരങ്ങളും മാറി 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 ചെയ്തു. അതിനാണല്ലോ ഒരുപക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയത് അതുകൊണ്ട് തന്നെ ആകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയല്ലോ, നമ്മൾ ഏതൊന്നിനെയാണോ തീവ്രമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മളറിയാതെ ഒരു ദിനം നമ്മുടെ മുന്നിൽ വന്നു ചേരുമെന്ന്. എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും സൂക്ഷിച്ച ചിന്ത ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. ഒരു 15 ലക്ഷം രൂപയോളം ബാധ്യതയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസിനെ കുറിച്ച് കേൾക്കുന്നത്. വാസം പറഞ്ഞാൽ അന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോലുള്ള ഒരു ഫിനാൻസ് എന്റെ കയ്യിലില്ല. അന്ന് കൊല്ലം പോലീസ് സൊസൈറ്റിയിൽ പോയിട്ട് ഒരു ലോണും കൂടി എടുത്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട്. ആകെ ലോണിൽ മുങ്ങി നിൽക്കുകയാണ്. ആ ഒരു അവസരത്തിൽ ഒരു ലോണും കൂടി എടുത്തിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അന്നത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് വൈഫ് BEd കഴിഞ്ഞാൽ ഇങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച് നിൽക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. എന്റെ ഇൻകം സോഴ്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഒരു സെക്കൻഡ് ഇൻകം സോഴ്സ് ഇല്ല. ആ സമയത്താണ് ഞാനൊരു തീരുമാനമെടുത്തത്, ഈ കമ്പനിയുടെ 1 കോടി ഞാൻ വാങ്ങിയിരിക്കും. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പിന്നെ പോലീസിലെ ജോലിക്ക് പോകാൻ സാധിക്കില്ല. ഞാൻ ആ ജോലി അങ്ങോട്ട് മാറ്റിവെച്ചു. പരിപൂർണമായിട്ട് ഈ ഒരു ബിസിനസ്സിനെ ഞാൻ ഏറ്റെടുത്തു. ഒരു പക്ഷേ എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചൊരു ചോദ്യം, ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായൊരു ചോദ്യം, ഈ കാണിച്ചത് മണ്ടത്തരമല്ലേ അല്ലെ? 20 കൊല്ലം സർവീസ് ഉള്ളൊരു ജോലിയാണ് ഞാൻ മാറ്റിവെച്ചത്. ഞാൻ സർവീസ് വിടുന്ന സമയത്ത് ഒരു 15 വർഷത്തെ സർവീസ് എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു. എന്നോടൊപ്പം സർവീസിൽ കയറിയ പല ഉദ്യോഗസ്ഥന്മാരും പല സ്റ്റേഷനിലും സബ് ഇൻസ്പെക്ടർമാരാണ്. അപ്പൊ ലൈഫിലെ ഏറ്റവും വലിയ റിസ്ക് ആണ് ഞാൻ എടുത്തത്. നമ്മളെപ്പോഴും പറയാമല്ലോ, ഹയർ ദ റിസ്ക് ഹയർ ദ അച്ചീവ്മെന്റ്. വലിയ സ്വപ്നങ്ങളിലുള്ള ആളുകൾ വലിയ റിസ്ക് എടുത്തേ മതിയാവുള്ളൂ ജീവിതത്തില്. അപ്പൊ ഞാൻ എടുത്തത് ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് ആണ്. അതിന്റെ ഒരു റീസൺ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ലോജിക്ക് തന്നെയാണ്. ഒരു ജോലി എന്നത് ഒരു പ്രൈവറ്റ് സെക്ടറിലാകട്ടെ ഒരു ഗവൺമെന്റ് സെക്ടറിലാകട്ടെ, ഒരു ജോലി ചെയ്തുകൊണ്ട് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച എത്ര പേരെ നിങ്ങൾക്കറിയാം? ഒരു ജോലി ചെയ്തുകൊണ്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ മക്കളുടെ, നമ്മുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എത്ര പേർക്ക് സാധിക്കും? അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ CEO ആ പോസ്റ്റിലൊക്കെ ആണെങ്കിൽ സാധിക്കും. അല്ലാതെ ഒരിക്കലും ഒരു സാധാരണ ജോലി ചെയ്തുകൊണ്ട് ഒരിക്കലും സ്വപ്നങ്ങൾ നിറവേറ്റാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, നമ്മുടെ അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യം. അവിടെയാണ് സ്വന്തമായിട്ടൊരു സംരംഭം നടത്തുന്നതിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓന്റർപ്രണർഷിപ്പ് ആണ് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് അറിയാത്ത ആളുകൾ ആരുമില്ല. സംരംഭകത്വം തന്നെയാണ് നമുക്ക് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അറിയാത്തവരാരുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ സംരംഭം എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നത്, ഒരു ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നത്? കാരണം ലക്ഷങ്ങളും കോടികൾ മുടക്കിയിട്ട് മുടക്കുന്നതിന് പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ബിസിനസ്സുകളാണെന്ന് പല ആളുകളും നമ്മൾ ചെയ്യുന്ന നമ്മുടെ മുമ്പിൽ എക്സ്പീരിയൻസ് ഉള്ളത് അല്ലെ? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു ചിന്ത എന്റെ പൈസ പോകുമോ എന്നുള്ളതാണ് അല്ലെ? പക്ഷെ ഫിജിക്കാർഡ് ബിസിനസ് പ്ലാൻ കേട്ടപ്പോൾ എന്റെ സുഹൃത്തിനോട് പറഞ്ഞത്, ഇവിടെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, നീ ജസ്റ്റ് നിന്റെ ID ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഞാൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാറുള്ള ആളാണ്. അതുപോലെ തന്നെ നിങ്ങളും പർച്ചേസ് ചെയ്യാറുള്ള ആളായിരിക്കുമല്ലോ. അപ്പൊ അവിടെ ജസ്റ്റ് നമ്മളൊരു ID ക്രിയേറ്റ് ചെയ്തിട്ട്, നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ID ക്രിയേറ്റ് നമ്മളെ കസ്റ്റമർ എന്നാണ് പറയുന്നതെങ്കിൽ, ഇവിടെ നമ്മളെ ID ക്രിയേറ്റ് ചെയ്ത് നമ്മളെ വിളിക്കുന്നത് ബിസിനസ് പാർട്ണർ എന്നാണ്, പാർട്ണർഷിപ്പ് ഓണർ എന്നാണ് വിളിക്കുന്നത്. ബോച്ചയെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് മൈ ഡിയർ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അഡ്രസ് ചെയ്യുന്നത്. അത് തന്നെ ഒരു പ്രിവിലേജ് അല്ലേ? ബോച്ചയെ പോലെ ഒരു വ്യക്തിയോട് ഒരു ബിസിനസ് പാർട്ണർ ആകാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ആണ്. അപ്പൊ ഒന്ന് നമുക്ക് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോടെ, ഒരു 100 സെൻസ് കൊടുത്ത ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ബിസിനസിന്റെ ഭാഗമാവുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള ഉൽപ്പന്നം വാങ്ങാനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, അല്ലാതെ ഫിജിക്കൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ബിസിനസ് ഫ്രീ ആയിട്ട് കിട്ടണം, വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ള ഭാഗം, റിസ്ക് ഇല്ല, നഷ്ടസാധ്യതയില്ല.
അപ്പൊ അതുകൊണ്ട് ചെയ്തു നോക്കാം എന്നൊരു ധാരണയിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു. ബിസിനസ് തുടങ്ങിയ സമയത്ത് ഞാൻ സൂചിപ്പിച്ചു ലയബിലിറ്റിയിലാണ് നിൽക്കുന്നത്. വസ്തുത പറഞ്ഞാൽ അന്ന് ട്രാവലിംഗ് എക്സ്പെൻസ് പോലും എന്റെ കയ്യില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാരണം ജോലി മാറ്റി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്, വേറെ സെക്കൻഡ് ഇൻകം സോഴ്സ് ഇല്ല. ഇന്ന് വണ്ടിക്കൂലിക്ക് എങ്ങനെയാ പൈസ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഭക്ഷണത്തിന് കൂടെ ഉള്ളവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് ടെൻഷനിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. എന്റെ 2 സുഹൃത്തുക്കൾ, എന്നെ പോലെ തന്നെ ഒരു ഭ്രാന്തനായ ഒരു പോലീസുകാരനുണ്ട്, ആലപ്പുഴക്കാരൻ. അദ്ദേഹം മിസ്റ്റർ ബെന്നി, അദ്ദേഹം എന്റെ പാർട്ണറാണ്. മിസ്റ്റർ ശ്രീകുമാർ. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഞങ്ങളുടെ ഉണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ബിസിനസിനെ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്തിറങ്ങുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഫിജിക്കാരുടെ 50 ലക്ഷം 1 കോടിയൊക്കെ വാങ്ങിച്ച ധാരാളം ആളുകളുണ്ട് കേട്ടോ. പക്ഷെ അന്ന് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്ത സമയത്ത് ഫിജികൾ 50 ലക്ഷം വാങ്ങിച്ച ആരുമില്ല, 1 കോടി വാങ്ങിച്ച ആരുമില്ല, കമ്പനി കൊടുത്തിട്ടില്ല. ആ ഒരു സമയത്താണ് ഞങ്ങളൊരു തീരുമാനം എടുത്തത്, ഈ കമ്പനിയുടെ 1 കോടി ഞാൻ വാങ്ങിയിരിക്കും. മറ്റുള്ളവർ അവിശ്വസിക്കുന്നതിനെ വിശ്വസിക്കാൻ തയ്യാറാകുന്ന ആളുകൾ, അവരാണ് ജീവിതത്തിൽ ചരിത്രം തിരുത്തിയിട്ടുള്ളത്. അസാധ്യമെന്ന് ചിന്തിക്കുന്നതിന് സാധ്യമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരാണ് ലോകത്ത് ഇതിഹാസ പുരുഷന്മാരായിട്ട് മാറുന്നത്. അപ്പൊ അന്ന് ഞാൻ വിശ്വസിച്ചു ഫിജിക്കാർഡ് 1 കോടി കൊടുക്കുമെന്നൊരു പ്ലാനിൽ പറയുന്നു അല്ലെ. അത് പറയണത് മറ്റാരുമല്ല, ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ആരെങ്കിലും 1 രൂപ പറ്റിച്ചു എന്ന് രേഖാമൂലം തെളിയിച്ചാൽ 4000 കോടി ആനുവൽ ടേൺ ഓവർ ഉള്ള ഈ കമ്പനി ഒരൊറ്റ ചെക്കിൽ എഴുതി തരാമെന്ന് തന്റെ ഇടത്തോടെ പറയുന്ന, ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരേ ഒരു ബിസിനസ്സുകാരനെ കേരളത്തിലുള്ളൂ. ആ ബിസിനസ്സുകാരന്റെ പേര് ബോച്ചെ എന്നാണ്, ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്നാണ് അല്ലെ. അദ്ദേഹമാണ് പറയുന്നത്, ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ, ഈ ബിസിനസ്സിൽ പറയുന്ന പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ 50 ലക്ഷം തരും, 1 കോടി തരും. മറ്റാരുമല്ല പറയണേ. അത് 100% വിശ്വസിച്ചു. ഈ ബിസിനസിന് വേണ്ടി 100% ആത്മാർത്ഥതയോടെ അങ്ങോട്ട് ഏറ്റെടുത്തു. 2021 ഡിസംബർ 24-ന് ഈ കമ്പനിയുടെ 50 ലക്ഷം രൂപ 5% TDS കഴിഞ്ഞിട്ട് 47,50,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം 1 വർഷം കൂടെ കഴിഞ്ഞപ്പോ കമ്പനിയുടെ 1 കോടി വില്ല ഫണ്ട് വാങ്ങാനായിട്ട് സാധിച്ചു. മൈ ഡിയർ ഫ്രണ്ട്സ്, യു ബിലീവ് മീ, കഴിഞ്ഞ ഒരു 5.5 വർഷം കൊണ്ട് ഞങ്ങൾ ഈ കമ്പനി വാങ്ങിയ ടോട്ടൽ വരുമാനം ഏകദേശം 13 കോടിയോളം രൂപ വരുന്നുണ്ടാകും. വിശ്വസിക്കാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് അല്പം പ്രയാസം അല്ലെ. 50 ലക്ഷം 1 കോടി 13 കോടി അല്ലെ, വലിയ പ്രയാസമാണ്. ചില നേരം ചില ആളുകൾക്ക് ചില ആളുകളെ കബളിപ്പിക്കാം, എന്നാൽ എല്ലായ്പ്പോഴും എല്ലാവരെയും കബളിപ്പിക്കാൻ കഴിയില്ല. ലോകം വിരൽത്തുമ്പിലാണ്. നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ബിസിനസ് കേൾക്കുക. ഞാൻ എന്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് പറയണം. അത് തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ്, ഈ ബിസിനസിന്റെ സാധ്യതയാണ് അല്ലെ. നമ്മുടെ കൺവീനിയന്റ് പ്ലേസിൽ, നമ്മുടെ കൺവീനിയന്റ് ടൈമിൽ ഒരു ഗാഡ്ജറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ പേഴ്സണൽ റൂമിൽ ഇരുന്നുകൊണ്ട് ഈ ബിസിനസ് ലോകം മുഴുവൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ഈ സ്ക്രീനിലൂടെ വേണമെങ്കിൽ ഈ കമ്പനി എനിക്ക് തന്ന ഇൻകം ആണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. എന്റെ ID നമ്പർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇന്ന് വരെ കമ്പനി എനിക്ക് തന്ന വരുമാനം നിങ്ങൾക്ക് വിസിബിൾ ആവും, കാണാനായിട്ട് സാധിക്കും. അതിലുപരി ഇത് മനസ്സിലാക്കിയത് ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ്. സ്ക്രീൻ ഓൾറെഡി റെക്കോർഡിംഗ് ആണ്, പ്രോഗ്രാം റെക്കോർഡിംഗ് ആണ്. ഞാൻ പറയുന്ന സഭയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഈ 50 ലക്ഷം 1 കോടിയൊക്കെ പറയുമ്പോഴേ അപ്പൊ അതിന് വ്യക്തമായ അടിസ്ഥാനം ഉണ്ടാകണം അല്ലെ. ഇല്ലെങ്കിൽ GSTയും ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വീട്ടിൽ വരും പിറ്റേ ദിവസം അല്ലെ. എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യപൂർവ്വം ഈ 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇത്രയും ധൈര്യപൂർവ്വം ഈ പറഞ്ഞ കോടികളുടെ എമൗണ്ട് വരുമാനം ഡിക്ലെയർ എന്നറിയോ? 100% ലീഗലായിട്ട് വരുമാനം വാങ്ങിയ, സർക്കാരിന് കൊടുക്കേണ്ട 5% TDS-ഉം 18% GST, ദാറ്റ് മീൻസ് GST ഓൺ സർവീസ്. ഒരു വർഷം 20 ലക്ഷം രൂപയ്ക്ക് മേലെ ശമ്പളമോ കമ്മീഷനോ വാങ്ങുന്ന ഒരു വ്യക്തി TDS-ന് പുറമെ GST അടച്ചിരിക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് പരിശോധിച്ചാൽ അറിയാം ഇത് ലീഗലാണോ, ഞാൻ വരുമാനം വാങ്ങിയിട്ടുണ്ടോ, ടാക്സ് കൊടുത്തിട്ടുണ്ടോ. GSTയുടെ സൈറ്റ് പരിശോധിച്ചാൽ അറിയാം. ഞാൻ സൂചിപ്പിച്ചത് 100% ലീഗലായ ജെനുവിനായ ഒരു ബിസിനസ് ആണ് നിങ്ങൾ കേട്ടത്. ഇന്ന് നിങ്ങളെ ക്ഷണിച്ച സുഹൃത്തും ഞങ്ങളും ഒക്കെ ചെയ്യുന്ന 100% ലീഗലായ ജെനുവിനായ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ എനിവേ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് യെസ് ഓർ നോ സ്വീകരിക്കാം. ഇറ്റ്സ് യുവർ ചോയ്സ്. ഒരു 5 വർഷം മുമ്പ് ഞാൻ എടുത്തൊരു തീരുമാനം, ഒരു യെസ്, അതാണ് എന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചത്. ഇൻ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ യുവർ ഡെസ്റ്റിനി ഈസ് ഷേപ്ഡ്. നമ്മൾ തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മുടെ വിജയം നിർണ്ണയിക്കപ്പെടുന്നു എന്ന് പറയാറുണ്ട്. ഫിജിക്കാർഡ് നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഓർഗനൈസേഷൻ ആണ്. എന്നെ പോലെ നൂറുകണക്കിന് ആളുകൾ. ഫിജിക്കാർഡ് 1 കോടി രൂപ വാങ്ങിച്ച നിരവധി ആളുകളുണ്ട്. 50 ലക്ഷം രൂപ പ്രീമിയം കാർ ഫണ്ട് വാങ്ങിച്ച നിരവധി ആളുകളുണ്ട്. ഇവിടെ പ്രോഗ്രാം പ്രസന്റ് ചെയ്ത മാഡം സൂചിപ്പിച്ചു, സെയിൽസ്മാൻ എന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മാസം മിനിമം ഒരു 18,000 രൂപ 20,000 രൂപ പെർഫോമൻസ് ബോണസ് അതൊക്കെ ഗ്യാരണ്ടി ആക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലെ ജോലി അവസരങ്ങളെ കുറിച്ച് അന്വേഷിക്കണം.
MA-യും MPhil-ഉം BEd-ഉം കഴിഞ്ഞ ആളുകൾ നമ്മുടെ നാട്ടിൽ CBSE ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നു 8,000, 10,000, 12,000 രൂപയ്ക്ക്. ഡിപ്ലോമ നഴ്സിംഗും BSc നഴ്സിംഗ് കഴിഞ്ഞ പല സ്ത്രീകളും നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നു. നഴ്സിംഗ് അസിസ്റ്റന്റ് നഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു 8,000, 10,000, 12,000-നൊക്കെ. അവിടെയാണ് നിങ്ങൾ ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. യാതൊരുവിധ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ഒരു ബാരിയറും ഇല്ലാതെ, ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ചോദിക്കാതെ ഏതൊരു സാധാരണക്കാരൻ ബിസിനസ്സിലേക്ക് കടന്നു വരാനും 2 മാസം, 3 മാസം, 4 മാസം ആത്മാർത്ഥമായിട്ട് തന്നെ ഏറ്റെടുത്താൽ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന പദവിയിൽ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ, ഒരാഴ്ച കൊണ്ട് പോലും സെയിൽസ് മാനേജർ ആയ ആളുകൾ ഇന്ന് ഈ ബിസിനസ്സിലുണ്ട്. അങ്ങനെ ഒരു ഇൻകം ഗ്യാരണ്ടി ആക്കാൻ സാധിക്കുന്ന, അതിലൂടെ പടിപടിയായിട്ട് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്ന റൈറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇവിടെ കേട്ടത്. എനിവേ ഈ ബിസിനസ് ആദ്യമായിട്ട് കേട്ട ആള് ഞാനല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് ഉപയോഗിച്ചും 85,000 ആളുകൾ ഈ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 85,000 ആളുകൾക്ക് ശേഷം ഈ ബിസിനസ്സിലേക്ക് വന്ന ഞങ്ങൾ ഇന്ന് ഈ കമ്പനി ടോപ്പ് 3rd പൊസിഷനിലാണ്. ദാറ്റ് മീൻസ് ഇന്ന് ഈ ബിസിനസ് കേട്ട നിങ്ങൾ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തിരിച്ചറിഞ്ഞാൽ, നമ്മുടെ എല്ലാ ലൈഫിലും വലിയ സ്വപ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ, പക്ഷെ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി കയ്യിൽ വേണം. നിങ്ങൾ കേട്ടത് ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് അവസരങ്ങൾ മാറി മാറി ചെയ്ത ഒരാളാണ്. ഒരു പക്ഷെ അത് എന്റെ ടാലന്റ് ആയിരുന്നു എങ്കിൽ, ഇവിടെ വിജയിച്ചത് എന്റെ ടാലന്റ് ആയിരുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഓപ്പർച്യൂണിറ്റിയും വിജയിക്കണമായിരുന്നു. പക്ഷെ ഈ മറ്റു ഓപ്പർച്യൂണിറ്റിയിലൊന്നും വിജയിക്കാതെ ഫിജി കാർഡ് എന്ന ഓപ്പർച്യൂണിറ്റി ഞാൻ വിജയിച്ചെങ്കിൽ അത് ഈ ഓപ്പർച്യൂണിറ്റി പ്രത്യേകതയാണ്. ഒരു സാധാരണക്കാരന്റെ കയ്യിൽ ഒരു അസാധാരണമായ അവസരം കിട്ടിയാൽ അവന്റെ ഏത് അസാധാരണമായ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് നൽകാൻ ആ ഓപ്പർച്യൂണിറ്റി കഴിയും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫിജി കാർഡ് എന്ന ഓപ്പർച്യൂണിറ്റി. ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി 10ാം ക്ലാസ് തൊട്ട് ഒരു പഞ്ചർ വർഷം മെക്കാനിക്കാ. പക്ഷെ ഇന്ന് അദ്ദേഹം ഈ കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജറാണ്. 3 കോടിയോളം വരുമാനം വാങ്ങിച്ച ആളാണ്. ഓക്കെ, അതുപോലെ നിരവധി സാധാരണക്കാരായ ആളുകൾ ഇന്ന് ഫിജി കാർഡിലൂടെ വലിയ രീതിയിൽ വരുമാനം വാങ്ങുന്നെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ കേട്ടത്. കഴിഞ്ഞ 6 വർഷം പിന്നിട്ടു 7ാം വർഷത്തിലേക്ക് കടക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി. 400 കോടിയിലധികം രൂപ വരുമാനമായിട്ട് കൊടുത്തൊരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇവിടെ കേട്ടത്. സോ ഈ ഓപ്പർച്യൂണിറ്റി ശരിയായി മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതിനെ കൃത്യമായിട്ട് നിങ്ങളോട് ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത സുഹൃത്തുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കുക. നിങ്ങൾ ഓഫ് കോഴ്സ് ഇതൊരു ബിസിനസ് ആണ്. ഏതൊരു ബിസിനസ്സിനെയും പോലെ ഇതൊരു ബിസിനസ് ആണ്, ഒരു പ്രൊഫഷൻ ആണ്. ഇപ്പൊ ബോച്ചേട്ടി അഥവാ ബോച്ചേവിൻ ഫിജി കാർഡ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതൊരു ബോച്ചേട്ടി വാങ്ങിച്ചാൽ അതിനോടൊപ്പം ഉള്ള കൂപ്പൺ ഉണ്ട്, ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ 25 കോടിയോ ഒക്കെ അതിലൂടെ സമ്മാനം വാങ്ങാൻ ഒരു അവസരം ഉണ്ടല്ലേ. അതുപോലെ ഒരു ലക്കി ഡ്രോ അല്ല ഫിജി കാർഡ് എന്ന് മനസ്സിലാക്കുക. ഇതൊരു സ്ക്രാച്ച് ആൻഡ് വിൻ അല്ല ഫിജി കാർഡ് എന്നോട് മനസ്സിലാക്കുക. ഇതൊരു ബിസിനസ് ആണ്. സോ ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ തയ്യാറാകുക, ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുക, ഇതിനെ ഒരു പ്രൊഫഷൻ ആയിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാകുക. അത്തരത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങളെക്കാൾ ആഗ്രഹങ്ങളുള്ള ആളുകളെയാണ്, ഞങ്ങളെക്കാൾ ആവശ്യമുള്ള ആളുകളെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ ഈ പ്രോഗ്രാമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ച സുഹൃത്തിനോട് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ വിളിച്ചൊരു താങ്ക്സ് പറയണം കേട്ടോ. മറ്റൊന്നുമല്ല, ആ സുഹൃത്ത് നിങ്ങളെ ക്ഷണിച്ചത് ഫിജി കാർഡ് മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാനും അതിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ഇന്ന് വരെ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രക്ഷപ്പെടുത്താമെന്ന്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വ്യക്തിയോട് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞത്. അപ്പൊ എനിവേ ഇന്ന് എന്നെ പോലെ ഇന്ന് ഫിജി കാർഡിൽ വന്ന 100 കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആകട്ടെ ഇതെന്ന് ആശംസിക്കുന്നു. ഒരു 5 വർഷം മുമ്പ് ഞാനൊരു തീരുമാനം എടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു ദിവസമാകട്ടെ ഇന്നത്തെ ദിവസം എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഫിജി കാർഡ്. താങ്ക് യു വെരി മച്ച്. ഓവർ ടു സുനിൽ സാർ. താങ്ക് യു സുനിൽ സാർ, താങ്ക് യു. വളരെ മനോഹരമായിട്ട് കമ്പനിയെ പറ്റിയിട്ടുള്ള ആധികാരികമായ കുറച്ച് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്തു. വളരെ സന്തോഷം. എല്ലാവരുടെയും പേരിലുള്ള ഒരു നന്ദി സുനിൽ സാറിന് അറിയിക്കാം. ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ വൈൻഡപ്പിലേക്കാണ് പോകുന്നത്. ഇന്ന് വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ഇന്ന് നിരവധി ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബിസിനസ്സിനെ എത്തിച്ചുകൊണ്ട് വളരെ ഇന്ന് കമ്പനിയുടെ DSTM റാങ്കിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന രജിത മാഡം, അദ്ദേഹമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത് എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും ഈ കമ്പനിയുടെ പേരിലുള്ള നന്ദിയും ഞാൻ അറിയിക്കാം. അതോടൊപ്പം ഇന്ന് ഈ കമ്പനിയുടെ നാഷണൽ സെയിൽസ് ടീം മാനേജറായിട്ടുള്ള സുനിൽ മുഹമ്മദ് സാർ,
ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. നിരവധി ആൾക്കാരിലേക്ക് കമ്പനിയെ പറ്റിയിട്ടുള്ള ആധികാരികമുള്ള കാര്യങ്ങൾ എത്തിച്ചു. അദ്ദേഹത്തിന് കമ്പനിയുടെ പേരിലും ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം ഇന്ന് ഈ കമ്പനി, അതായത് ഈ കമ്പനി ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംഘാടകർക്കും എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിന്റെ വൈൻഡപ്പ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. വിഷ് ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിജയ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.